അപ്പോൾ ഞാനിന്നിവിടെ ഒരു കുക്കിംഗ് ആയിട്ടാണ് എത്തിയിരുന്നത്. എഗ്ഗ് വെച്ചിട്ടൊരു ചട്ടിപ്പത്തിരിയോ അങ്ങനെ കാര്യമായിട്ടുമല്ല, ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനിതാ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കനലില്ലാതെ മൈദയും കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കണം. ഒരു 4-5 ദോശ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതാ 4 മുട്ട വെച്ചിട്ടുണ്ട്. ഇത്തിരി 2 മുട്ടയും കൂടി അധികം വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഇതാ 5 ഉള്ളി എടുത്തിട്ടുണ്ട്, വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇഞ്ചി പിന്നെ കടിച്ചാൽ അവർക്ക് അമ്മൂസിന് എരിവാവും എന്ന് പറഞ്ഞിട്ട് അത് എടുത്തില്ല ഞാൻ. പിന്നെ നമ്മളിതാ പുതിനയില എടുത്തിട്ടുണ്ട്. മല്ലിയുടെ ഇല കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇലയും പുതിനയുടെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കണതാണ്. മല്ലീൻ്റെ ഇല കിട്ടിയില്ല. പിന്നെ ഇനി നമുക്ക് പിന്നെ മസാലപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ മസാലപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കണം. ഒരു 5 ദോശയ്ക്കുള്ള മാവ് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചെറിയ മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മൈദ ദോശ കാണാനില്ലാതെ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മുട്ട ചേർക്കണം. അപ്പോൾ ചെറിയൊരു മുട്ട ആദ്യം പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അത്രയും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ നമുക്ക് മൈദപ്പൊടി ഒരു 3 സ്പൂൺ ഇട്ട് നോക്കാം. ആദ്യം ലാസ്റ്റ് ഉപ്പിടാം കേട്ടോ. ഇതൊന്ന് ലൂസാക്കി എടുക്കണേ. ഇനി പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നമ്മുടെ അമ്മൂസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, വെയിറ്റിങ്ങിലാണ്. ഞാനിവിടെ ഉണ്ടാക്കലുണ്ട് സാധാരണ. പക്ഷെ അന്ന് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കൽ. മാഗി മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. ഇപ്പം അതൊന്നും കൈ കിട്ടിയില്ല. അപ്പോൾ കൈ കിട്ടിയതൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുകയാണ്. ഇത്രയും കട്ടി വേണ്ട. സ്പൂൺ വെച്ചിട്ട് നന്നായി നമുക്ക് ഇളക്കിയെടുക്കുക. ഇതാണ് ഈ പാകമാവണേ. ഇനി നമുക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെറും ഈ മൈദപ്പൊടി, ഒരു മുട്ടയും കുറച്ച് വെള്ളം, അതിൻ്റെ പാകത്തിന് ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അതിനുള്ള വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കുക. അതിന് നമുക്ക് ബ്ലെൻഡ് ആക്കണമെങ്കിൽ ഈ സാധനം തന്നെ ഓണം വിസ്ക്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ഞാൻ ചെറുതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അടുത്തത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു സൈഡേ വേവിച്ചിട്ടുള്ളൂ. ഇനി അടുത്തത് നമുക്ക്. അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാറ്റ് കലക്കി ദോശ ചുട്ടു. 4 എണ്ണം എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് നല്ല ചെറുതാണ്, കാരണം അത് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി മുട്ടയും കൊണ്ട് ഒരു ബാറ്ററി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ മുട്ട 3 എണ്ണം. മുട്ട എത്ര എണ്ണം വേണമെന്നൊരു കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം. 3 എണ്ണമെങ്കിലും വേണം. 3 എണ്ണമാണ് ഒരളവ് ബാറ്ററി അതിൽ ഒഴിക്കാനുള്ളത്. അപ്പോൾ അത് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നമുക്ക് കറക്കാം. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, വെറും മുട്ട മാത്രമേ. ഇത് നന്നായി ഒന്ന് കലക്കി വെക്കണം. അപ്പോൾ മുട്ട കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി അരിയണം. സവാള
നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞാലോ? ഒന്ന് അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 3 മുട്ടയല്ലേ പൊട്ടിച്ച് ഒഴിച്ചേർന്ന്. ഇപ്പം ഞാൻ 2 കൂടി എടുത്തു, കാരണം അത് വളരെ കുറച്ചുള്ളൂ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതിൽ 5 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇതാ 2 തക്കാളിയും ചേർക്കുന്നുണ്ട്. ഇത് നമ്മളിതാ ഇതിൽ അരിഞ്ഞ് ചേർക്കണം. ഇത് ഞാൻ നൈസായി അരിഞ്ഞിട്ടുണ്ട്. ഇതിൽ കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. നൈസായിട്ട് അരിയണം. അപ്പോൾ ഇതാ ഇത് ഒക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ഇടണം. ഇതിൽ പാകത്തിന് ഉപ്പ് ഇടാം. ദോശയിൽ കുറേ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ മുളക് പൊടി ഞാൻ പിഞ്ചിടുള്ളൂ കേട്ടോ. എൻ്റെ അമ്മൂന് എരിവ് ഇഷ്ടമല്ല എന്നല്ല, എരിവ് കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ വല്ലാതെ എരിവ് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല നമുക്ക് അത്യാവശ്യമൊക്കെ ഇടാം, കാരണം ഞാൻ നല്ല ഇടുന്നുള്ളൂ. കുരുമുളക് പൊടി ഒരു തുള്ളി അത്ര മതി. കുറച്ചൊക്കെ എരിവായാലും കുഴപ്പമില്ല, പക്ഷെ മുളക് പൊടി ഇത് വല്ലാതെ കൂട്ടണമെന്നല്ല. അനൂസിന് നല്ല എരിവ് ഇഷ്ടമാണ്, പക്ഷെ വയറ്റിലെത്തിയാൽ അത് കേടല്ലേ ഒരുപാട് ഇതാകുമ്പോൾ. ഇതപ്പം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സിങ് ഞങ്ങൾ മിക്സ് ചെയ്യാനേ. ഇത് വേവിക്കണം വഴറ്റൊന്നുമില്ല. ഇതിങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കേ വേണ്ടുള്ളൂ. മുട്ടയാണ് തന്നെ. അതെ, മുട്ടയും നമ്മൾ പ്രിപ്പറേഷനൊന്നുമില്ല. ദോശ മാത്രം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതാ ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോവല്ലേ? ഇത് കണ്ടോ മസാല, നല്ല കളറൊക്കെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി, കടായി ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് വെച്ചാണ് കേട്ടോ. ഇത് ചൂടായിരുന്നു. അപ്പം ഇനി നമുക്ക് ഇത് വല്ലാതെ ചൂടാവാൻ പാടില്ല. അപ്പോൾ നല്ല നമ്മൾ ഡയറക്റ്റായിട്ട് തീമിക്ക് വെച്ചാൽ അത് അടി കരിഞ്ഞു പോച്ചിട്ടാണ് ഞാൻ ദോശക്കല്ല് ആദ്യം വെച്ചത്. അപ്പം നെയ്യാണ് കേട്ടോ ഒഴിച്ച് വെക്കണം. അത് ഒരുപാടൊന്നും ഒഴിക്കണില്ല. അതെ, അത്ര മതി. കുഞ്ഞ് സ്പൂണ് കണ്ടില്ലേ, ഇതിനൊരു 4 സ്പൂണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ഞാനത് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി ദോശക്കൂട്ടിനിട്ട് കൊടുക്കാം. ആദ്യം മുട്ട ഒഴിക്കണം. ആദ്യം ഞാൻ മുട്ടക്കൂട്ടനെ ഒഴിക്കും. മുട്ടക്കുട്ടനെ ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട, മുട്ടയിൽ നമുക്ക് ഈ ദോശ അങ്ങനെ മുക്കിയിട്ട് വെച്ചാൽ മതി. ഈ അടിഭാഗം ഒന്നിങ്ങനെ മുക്കിയിട്ട് കവർ ചെയ്തിട്ട് നമുക്കിതിലേക്ക്, അയ്യോ ഞാനതൊന്നും മെല്ലെ വെക്കട്ടാ. വെക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. ഇത് നല്ല ഇതാക്കണം. സാലഡും കൂടി ഇട്ട് കൊടുക്കാം. സാലഡ് നല്ലട്ടത് മസാല നമ്മുടെ ഇത് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പ്രിപ്പറേഷൻ ഒരു മസാല ഉണ്ടാക്കി. ഇതിൽ ശരിക്കും മല്ലിൻ്റെ ഇലയൊക്കെ ഇട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. മറ്റേ കക്കിരിക്കൊക്കെ ഉണ്ടല്ലോ അതായിട്ട്. ഇനി നമുക്ക് ഈ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിനാണ് നമ്മൾ ഇത്തിരി മുട്ട കൂടുതൽ വേണമെന്ന് പറയാം. കാരണം ഓരോ ലെയറും നമുക്ക് ഇങ്ങനെ ശരിയാക്കി എടുക്കേണ്ടതല്ലേ. ആദ്യത്തെ ലെയറൊന്ന് ഇത്തിരി നല്ലപോലെ ആക്കി എടുത്തിട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത ദോശ അങ്ങനെ വെക്കാം. ദോശക്കുട്ടനെ വെച്ചെടുക്കാം. ദോശക്കുട്ടനെ അതിന്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. ഇല്ല അതിങ്ങനെ വെക്കണുള്ളൂ. കാരണം അതിൽ ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്തിരിക്കണം. ഇത് നമുക്ക് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. ചായക്കൊക്കെ അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വെക്കാം കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാനും നേരം കിട്ടില്ല കേട്ടോ നമുക്ക്. കാരണം ചില ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇനി ഉണ്ടാക്കാൻ അപ്പൊ നിങ്ങളായിട്ടും ഷെയർ ചെയ്യാനിട്ടിട്ട് അതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. നമുക്കിത് മാഗി മസാല ആഡ് ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആണത്. മാഗി മസാല കിട്ടാത്ത കൊണ്ടല്ല, ഞങ്ങൾ പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഫ്ലേവർ ആയിട്ട് നല്ല ടേസ്റ്റ്. അപ്പൊ അങ്ങനെ ഓരോ ലെയർ ഞാൻ ശരിയാക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. അടുത്ത ലെയറും കൂടി വെച്ചുകൊടുക്കാം ദോശക്കുട്ടനെ. ഇത് ഞങ്ങൾ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അല്ലേ? ഇനി നമ്മുടെ നേരത്തെ കാട്ടി പോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഇത് ലാസ്റ്റത്തെ ലെയർ, മസാല ലാസ്റ്റത്തെ ലെയറാണ്. ഇനി മുട്ട ഉണ്ട്, അതെ. ഫസ്റ്റ് ഒന്ന് മുട്ട ഒഴിക്കാം. കൂടുതലുണ്ട്, അതൊക്കെ ഫുള്ള് ഒഴിക്കണം. കൂടുതലുണ്ടെന്നല്ല, മുട്ട മുകളിലേക്ക് ഒഴിക്കാൻ ഉണ്ട്. ആണ് കൂടുതൽ. ഇത് നമ്മളെപ്പോഴും സിമ്മിൽ അടിയിൽ വല്ല ദോശക്കല്ലോ എന്തെങ്കിലും, ഞാനിതൊരു ഉപയോഗിക്കാത്ത ദോശക്കല്ലാണ് കേട്ടോ ഈ വെച്ചത്. മിക്സ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ മുട്ട ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട ഒഴിച്ചു ഈ അരി കൂടെ നല്ല ഒഴിച്ചു കൊടുക്കണം നമ്മൾ, എന്നാലാണ് അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ലാസ്റ്റത്തെ ലെയർ ആണുള്ളത്. ഈ അവസാനത്തെ മുട്ട നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒഴിക്കണം. ലാസ്റ്റത്തെ ലെയർ കുഞ്ഞിതാണ്, കുഞ്ഞി ദോശ. ഇത് കമഴ്ത്തിയിട്ടും വേണമെങ്കിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ മുട്ട അങ്ങോട്ട് ഒഴിച്ചു വെക്കുകയാണ്. ബാക്കിയുള്ളത് മുഴുവൻ ഒഴിച്ചു വെക്കുകയാണ്. നമുക്ക് സെറ്റാക്കി കിട്ടും. 5 എണ്ണം എടുത്തില്ലായിരുന്നെങ്കിൽ മുട്ട ഇതാകെ കുളമായിരുന്നു അല്ലേ? 3 മുട്ട വെച്ചിട്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കട്ടെ, 5 മുട്ട 4 ലെയർ ചെയ്യാൻ 5 മുട്ട. 5 മുട്ട എടുത്തില്ല. 5 മുട്ടയ്ക്കുള്ള കാര്യം ഉണ്ടല്ലോ, അത് നല്ലൊരു ഇതായിട്ട് കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഇങ്ങനെ മുട്ടൊക്കെ എല്ലായിടത്തും പാത്തി കൊടുക്കാം. ചട്ടിപ്പത്തിരി, എഗ്ഗ് ചട്ടിപ്പത്തിരി എന്നാണ്. അതെ, ഇതിന്റെ പേര് ഞങ്ങളുടെ അടിപൊളി കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയണേ, പേര് ഞങ്ങൾ അപ്പൊ നമ്മൾ ഇതവിടെ വേവിക്കാൻ വെച്ചു. അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വയ്ക്കാം. അടച്ചിട്ടിട്ട് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. ഈ പുറം ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതാ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയായി. കാണാൻ വലിയ ഗ്ലാമറൊന്നും ഉണ്ടാവില്ല, പക്ഷെ സംഗതി നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. 2 ആൾക്കും ഓരോ പീസ്. എല്ലാരും ഒരു കടി കടിച്ചോ? കഷ്ണം അങ്ങനെ കടിക്കുന്ന കാണിക്കേ ഇങ്ങനെ ഉണ്ട് കയറി. ഇതൊക്കെ ചൂടാണ്, അതാണ് അത് ഇട്ട് കാണിക്കാത്തത്. ഇത് എന്തായാലും ലെയർ കാണുന്നില്ലേ? ഇതുണ്ടോ നമ്മുടെ ലെയർ? ഇതാണ് സിമ്പിൾ എഗ്ഗ് ചട്ടിപ്പത്തിരി. ചായന്റെ ഒപ്പൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്